ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ കിട്ടിയിട്ടുള്ളത് 6 ഓഫ് പെൻറ്റാക്കിൾസ് എന്നൊരു കാർഡാണ്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെ ആഴത്തിലുള്ള കരുതലും ബഹുമാനവും ഒക്കെ ഉള്ളൊരു ടൈമായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ നൽകുന്ന സ്നേഹം അതേപടി തിരിച്ചു നൽകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരു പേഴ്സൺ എന്ന് മനസ്സിലാവുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് ഒരു താങ്ങായി നിൽക്കാനും അതുപോലെ നിങ്ങളെ എപ്പോഴും സന്തോഷിപ്പിക്കാനും ഒക്കെ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചുരുക്കത്തിലൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി പോലെ മനോഹരമായ ഒരു റിലേഷൻ ആ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 6 ഓഫ് പെൻറ്റാക്കിൾസ് ഇതിലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തുല്യമായ സ്നേഹം തരാനായിട്ട് ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു വ്യക്തി അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും കൂടുതൽ എഫോർട്ട് ഇട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം സ്നേഹവും പരിഗണനയൊക്കെ കൊടുക്കുന്നു, അപ്പോൾ അത്രത്തോളം തന്നെ തിരിച്ചു നൽകാനായിട്ട് ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഒരു കെയറിങ്, നിങ്ങളെ സഹായിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു താങ്ങായി നിൽക്കാനോ ഒക്കെ ഈ ഒരു സമയത്ത് ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്രയാസപ്പെടുന്ന സമയത്ത് ഒന്ന് കൈപിടിച്ച് ഉയർത്താനായിട്ട് മടിക്കാത്ത രീതിയിൽ മുന്നോട്ട് വരാനായിട്ടുള്ളൊരു ആഗ്രഹമുള്ളതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബഹുമാനം, അതായത് ഒരു സ്നേഹത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് അർഹമായ ഒരു ബഹുമാനവും റെസ്പെക്റ്റൊക്കെ നൽകുന്ന ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ പോലും ഇനി അങ്ങോട്ട് നൽകണം എന്നുള്ളൊരു തോട്ടോടു കൂടി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് റൈറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടന്നു കഴിഞ്ഞതായിട്ടൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ എഴുതാവുന്നതാണ്.